അതിവേഗം CPI തെരഞ്ഞെടുപ്പ് തീയതിക്ക് പിന്നാലെ സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിച്ചു. 4 മന്ത്രിമാരും കളത്തിലിറങ്ങും. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ, ഒല്ലൂരിൽ മന്ത്രി K രാജൻ എന്നിവർ വീണ്ടും പോരിനിറങ്ങുമ്പോൾ കയ്പമംഗലത്ത് KK വത്സരാജാണ് കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ ചടുലമായി CPI സ്ഥാനാർത്ഥി നിർണയം നടത്തി. കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, കയ്പമംഗലം KK വത്സരാജ്, ഒല്ലൂർ K രാജൻ, തൃശൂർ ആലങ്കോട് ലീലാകൃഷ്ണൻ, നാട്ടിക ഗീതാഗോപി എന്നിവരാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. CPIയുടെ 4 മന്ത്രിമാരും ഇത്തവണ ജനവിധി തേടും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ട് തൊട്ടു പിന്നാലെയാണ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് മന്ത്രി GR അനിൽ വീണ്ടും ജനവിധി തേടും. ചിറയൻകീഴ് മനോജ് B ഇടമന, ചാത്തന്നൂർ R രാജേന്ദ്രൻ, ചടയമംഗലം J ചിഞ്ചുറാണി, പുനലൂർ അജയപ്രസാദ്, കഴുതാകപ്പള്ളി MS താര, അടൂർ പ്രിജി കണ്ണൻ, ഹരിപ്പാട് TS ജിസ്മോൻ, ചേർത്തല P പ്രസാദ്, വൈക്കം P പ്രദീപ്, പീരുമേട് സലീംകുമാർ, നോർത്ത് പറവൂർ ET ടൈസൺ, മൂവാറ്റുപുഴ N അരുൺ, പട്ടാമ്പി മുഹമ്മദ് മുഹ്സിൻ, മണ്ണാർക്കാട് മൻസിൽ അബൂബക്കർ, തിരൂരങ്ങാടി അജിത് കോളാടി, ഏർനാട് ഷഫീർ കീഴ്ശ്ശേരി, മഞ്ചേരി അനു മുസ്തഫ, നാദാപുരം P വസന്തം, കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവരാണ് മത്സരിക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പുറമെ മാളയിൽ VR സുനിൽകുമാർ റോഡ് ഷോ നടത്തി. 1300 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂരിൽ നടത്താൻ സാധിച്ചുവെന്നും വീണ്ടും ഇടതുപക്ഷം തന്നെ ഇവിടെ വിജയിക്കണമെന്നും സുനിൽകുമാർ അഭ്യർത്ഥിച്ചു. എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, സാധാരണ ക്ഷേമ പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങളെ തൊട്ടറിയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെ ഈ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് 10 വർഷക്കാലം ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ വികസന പ്രവർത്തനം തുടരും എന്നുള്ളത് തന്നെയാണ് ഈ സമൂഹം വിലയിരുത്തപ്പെടുന്നത്. അതിന് ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് മാള ടൗണിൽ ആരംഭിച്ചത്. ഇതൊരു തുടർച്ചയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അരിവാൾ ധാന്യക്കതിരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഇത് കേട്ടു നിൽക്കുന്ന മതേതരത്വ ജനാധിപത്യ വിശ്വാസികളും അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മീഡിയ ടൈം മാള.